ശ്രീ OR കേളു, താങ്കൾ യാത്രയിലാണെന്നറിയാം. നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് താങ്കൾ വയനാട്ടിലേക്ക് മാനന്തവാടിയിലേക്ക് പോവുകയാണ്. താങ്കൾ നാട്ടിലെത്തുമ്പോൾ അത്രയധികം നല്ല വാർത്തയല്ല ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. വയനാട്ടിൽ മാനന്തവാടി ഇന്നലെ രാത്രിയാണ് ആന എത്തിച്ചേർന്നത്. അതും മാനന്തവാടി പട്ടണത്തില് നഗരത്തിലാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു വിഷയമുണ്ട്. കാരണം ഈ ജനവാസ കേന്ദ്രമാണ്, ടൗൺ ആണ്. അതിന്റെ ഒരു വലിയ ഒരു സങ്കീർണത ഉണ്ടായിരുന്നു. പക്ഷേ ആ വിഷയത്തില് ഇന്ന് രാവിലെ തന്നെ കേരള വനംവകുപ്പ് മന്ത്രിയും MLA എന്നതൊക്കെ ഞാനും നേരിട്ട് ഇടപെടുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തില് ജില്ലാ കളക്ടർ നിർദ്ദേശം കൊടുക്കുകയും 144 പ്രഖ്യാപിച്ച് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ആദ്യം സ്വീകരിച്ചത്. അതിനുശേഷം ആനയെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ആദ്യം സ്വീകരിച്ചത്. പക്ഷേ ഉദ്ദേശിച്ച രീതിയിൽ ആനയെ നമുക്ക് വനത്തിലേക്ക് ഉടൻ സാധിച്ചിട്ടില്ല. ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ. നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കട്ടെ. കാരണം താങ്കൾ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ശ്രദ്ധ ക്ഷണിക്കലൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു മയക്കവടി വെച്ച് നമ്മളിങ്ങനെ എപ്പോഴും കാട് കയറ്റുക അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോകുക, ഇതൊന്നും അല്ലല്ലോ ഒരു പരിഹാര മാർഗം. നമുക്ക് വയനാട്ടിന്റെ ഒരു പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ മാനന്തവാടി മാത്രമല്ല, വയനാട്ടിലെ എല്ലാ പ്രദേശങ്ങളും ഇപ്പോൾ ഒരു വന്യമൃഗശല്യത്തിന്റെ കടുത്ത ഭീഷണിയിലാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു പരിഹാര മാർഗം വേണ്ടേ? ശരിയാണ്. ഇപ്പൊ വയനാട്ടിൽ മാത്രമല്ല, കേരളത്തിലെ മിക്ക ജില്ലകളിലും വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 30-ാം തീയതി MLA എന്ന നിലയ്ക്ക് നിയമസഭയിൽ സബ്മിഷൻ അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള യാദൃശ്ചികമായ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോ ഇങ്ങനെ വന്യമൃഗത്തെ വെടിവെച്ച് കാട്ടിലേക്ക് വിട്ടതുകൊണ്ട് മാത്രം ഒരു പരിഹാരമായില്ല. പക്ഷേ ഞാൻ എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാലാനുസൃതമായി ഈ വനസംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ആനയാനും കാട്ടിയായാലും കുരങ്ങായാലും മാനായാലും ഇപ്പോ വനത്തിൽ ഉൾക്കൊള്ളുന്നതിന്റെ അപ്പുറം ഈ വന്യമൃഗങ്ങൾ പെരുകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ ഇതിന് കാലാനുസൃതമായിട്ടുള്ള മാറ്റം ഇതിന് വരുത്തണം. ഇതിന്റെ നമ്പർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. അതുപോലെ തന്നെ 72 വൈൽഡ് ലൈഫ് ആക്ടില് ചില ഭേദഗതികൾ കൊണ്ടുവരണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു കേരള ഗവൺമെന്റിന് മാത്രം അല്ലെങ്കിൽ ഗവൺമെന്റിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള ഒരു കാര്യമല്ല. പൂർണ്ണമായിട്ടും വനവും വന്യമൃഗവും കേന്ദ്ര ഗവൺമെന്റിന്റെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും കേന്ദ്ര വനംവകുപ്പിന്റെയും ഒക്കെ തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാലാനുസൃതമായി ഈ കാര്യങ്ങൾ വരുത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ വ്യക്തമാണ് ശ്രീ OR കേളു.